IdealExpress പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിനെ കുറിച്ചാണ്. എന്താണ് എക്സൽ? എക്സൽ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റ് ആണ്. അതായത് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത്. ഈ എക്സലിൽ ഡാറ്റ എൻട്രിയും അതിൻ്റെ സ്റ്റോറേജും വളരെ എളുപ്പമാണ്. പിന്നെ ബിസിനസ്സിലെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ, അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ വെരിഫൈ ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് എക്സൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അറ്റൻഡൻസ് എടുക്കേണ്ടതായിട്ട് വരും. അത് ഓരോ തവണയും എഴുതി ചെയ്യാതെ നമ്മളിതൊരു എക്സലിൽ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, കണക്കുകൾ എഴുതുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് എക്സലിൽ ചെയ്യാൻ പറ്റും. പിന്നെ ബഡ്ജറ്റ് പ്രിപ്പറേഷനും എക്സൽ യൂസ് ചെയ്യാം. ഡാറ്റ അനാലിസിസ്, ഡാറ്റയുടെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെക്കിങ് ചെയ്യുക, അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറുകിട ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒക്കെ എക്സലിൽ അവരുടെ കണക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. റിപ്പോർട്ടിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ, ചാർട്ടും ഗ്രാഫും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഒന്നാണ് എക്സൽ എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ്, നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനും എല്ലാം എക്സലിൽ എളുപ്പത്തിൽ സാധിക്കും. ഇത് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് യൂസ്ഫുൾ ആവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എന്താണെങ്കിൽ ഇതിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ലോജിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിന് എക്സൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ ലേണിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാർട്ടുകളായിട്ടും ഷേപ്പുകളായിട്ടും അങ്ങനെ വിഷ്വലൈസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റുന്നത് കൊണ്ട് തന്നെ ചാർട്ടൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസുകൾ മാർക്ക് ചെയ്യുക, കുട്ടികളുടെ ഫീസ്, കുട്ടികളുടെ കാര്യങ്ങൾ, മാർക്സ്, ഇതെല്ലാം എൻ്റർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് എക്സലിൽ നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ നമുക്ക് പ്ലാനിങ് ചെയ്യാനെല്ലാം ഈ എക്സൽ വളരെയധികം സഹായിക്കും. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അതിനെ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി പ്ലാൻ ചെയ്യാനൊക്കെ ഈ എക്സലിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ഒരു കാര്യമുണ്ട്, നമ്മൾ പ്ലാനിങ്ങും ഗോൾ സെറ്റിങ്ങും മാത്രമല്ല, ആ പ്ലാനിനെ നമ്മുടെ ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ഫുൾഫിൽ ആവുള്ളൂ. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന എംപ്ലോയീസിന്റെ ആ ടീം വർക്ക് അനലൈസ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നെല്ലാം പെട്ടെന്ന് തന്നെ ഈ എക്സലിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് ഒരു ടാർഗറ്റഡ് പീരീഡ് കൊടുക്കുക, ഒരു സെയിൽ കൊടുക്കുക, ആ ടാർഗറ്റിൽ എത്തിയോ, ആ സെയിൽ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ സെയിൽസിന്റെ ആ ഒരു വേരിയേഷൻ, ഒരു പ്രൊഡക്റ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇതെല്ലാം അറിയാനായിട്ട് ഈ എക്സൽ കൊണ്ട് പെട്ടെന്ന് കഴിയും. ഇനി നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് എക്സൽ എങ്ങനെ പ്രയോജനപ്പെടും? സാധാരണ വീട്ടമ്മമാരാണ് നമ്മുടെ ഡേ ടു ഡേ ചെലവുകൾ നടത്തുന്നത് അല്ലേ. പച്ചക്കറി ആയിട്ടും പിന്നെ ഗ്രോസറി ആയിട്ടും ഒക്കെ ചെലവ് ചെയ്യുന്നത് നമ്മൾ അമ്മമാരാണ്. അപ്പം നമുക്ക് ഈ കണക്കുകളൊക്കെ ബുക്കിൽ എഴുതുന്നതിന് പകരം ഇത് എക്സലിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കും. കമ്പ്യൂട്ടർ പഠിച്ചിരിക്കുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ സംശയങ്ങൾ മാറ്റാനും അവരെന്തൊക്കെ കുതന്ത്രങ്ങൾ അതിലൊപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് വീട്ടമ്മമാര് കമ്പ്യൂട്ടർ നോളജ് ഉള്ളത് വളരെയധികം നല്ലതാണ്. ഇപ്പൊ ഒരുവിധം എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ടാവും. കാരണം സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഒരു സിസ്റ്റം വീട്ടില് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സലിൽ നിങ്ങളുടെ ചെലവ് വരവുകളൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏതൊക്കെ ഐറ്റത്തിൽ നമ്മൾ കൂടുതൽ ചെലവഴിച്ചു, എങ്ങനെയൊക്കെ നമ്മളൊക്കെ അത് പിടിച്ചു വെക്കണം, എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എക്സലിൽ കൂടെ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ കരിയർ ഡെവലപ്പ് ആവും. ടൈം മാനേജ്മെന്റ്, വർക്ക് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കരിയറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ
ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെലവുകളെല്ലാം ബൈ മന്ത്, ഓരോ മാസം അവസാനം ഏതൊക്കെ വകയ്ക്ക് നമ്മൾ നമ്മുടെ വരവിനെ ചെലവഴിച്ചു, എത്രയൊക്കെ രൂപ ഓരോന്നിനും സ്പെൻഡ് ചെയ്തു എന്നൊക്കെ മന്ത്ലി എക്സ്പെൻസ് റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാപ്ടോപ്പിൽ നമ്മൾ ചെയ്ത ഒരു ഫയല് നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ ഫോണിൽ ഈ എക്സൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഡാറ്റ മുഴുവൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അതിനെ പിവോട്ട് ടേബിൾ ആക്കാം, നമുക്ക് ചാർട്ട് ആക്കാം, ഗ്രാഫ് ആക്കാം. അങ്ങനെ പല മെത്തേഡിൽ കൂടെ നമ്മൾക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഓരോ സ്ട്രാറ്റജി, ഇനിയും അടുത്ത തവണ നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് എളുപ്പത്തിൽ കഴിയും. എക്സലില് കലണ്ടർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഓരോ ടാസ്കുകൾ, ഡേ ടു ഡേ ടാസ്കുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു ഇവന്റ്, കല്യാണം ഇന്ന ദിവസം ഉണ്ട്, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് എളുപ്പത്തിൽ വെക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ പോകുന്നിടത്ത് നമ്മൾ ലാപ്ടോപ്പ് കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമുക്ക് മൊബൈലിൽ വ്യൂ ചെയ്ത് കാണാനും സാധിക്കുന്നതാണ്. ഈ എക്സൽ എന്ന് പറയുന്നത് പോലെ ഒരുപാട് റോസും ഒരുപാട് കോളംസും അടങ്ങിയതാണ് ഒരു എക്സൽ അഥവാ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു റോയും ഒരു കോളവും, അതായത് ഒരു ലൈൻ, ഈ ലൈനുകൾ തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഈ കളത്തിനെ നമ്മൾക്ക് സെൽ എന്ന് പറയാം. ഈ സെല്ല്, ഇതിലെ ഓരോന്ന് സെല്ലാണ്. ഇപ്പൊ കോളത്തിന് നമ്മൾ ABCDEFG എന്നുള്ള പേരിലും റോയ്ക്ക് 1 2 3 4 5 6 7 8 ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെല്ല് നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ സെല്ലിന്റെ റെഫറൻസ്, അതായത് ഈ സെല്ല് ഏതാണെന്ന് അറിയാനായിട്ട് ഇവിടെ നിന്ന് കോളം ഏതാണെന്ന് നോക്കുക, ആ സെല്ല് അടങ്ങിയ കോളം ഏതാണെന്ന് നോക്കുക, അതുപോലെ തന്നെ റോ ഏതാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയും C എന്ന കോളത്തിലും സെക്കൻഡ് റോയിലാണ് ഈ സെല്ല് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സെല്ലിന്റെ പേര് അഥവാ റെഫറൻസ് എന്ന് പറയുന്നത് C2 ആണ്. ആദ്യം കോളത്തിന്റെ പേര് എഴുതും, പിന്നെ റോയുടെ നമ്പർ എഴുതും. ഇങ്ങനെയാണ് സെല്ലിനെ റെഫറൻസ് ചെയ്യുന്നത്. സെല്ല് റെഫറൻസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ഫോർമുല നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ സെൽ റെഫറൻസ് നമുക്ക് ആവശ്യമാണ്. ഒരു വാല്യൂ ഏത് സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തത് എന്നറിയുന്നതാണ് ഈ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എക്സലില് നമ്മൾക്ക് ഇത് എങ്ങനെ ടൈപ്പ് ചെയ്യാം, എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, എങ്ങനെയാണ് ഈ എക്സലിൽ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.